ഈ വീട് ഫേസ് ചെയ്യുന്നത് സൗത്ത് സൈഡിലേക്കായിട്ടാണ്. ഈ വീടിന്റെ നിർമ്മാണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട് നിർമ്മിക്കുന്നത് മലപ്പുറത്താണ്. 13 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചെലവ് കുറച്ചൊരു വീട് നിർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വീടിന്റെ ഫ്ലോർ ഏരിയ കുറയ്ക്കുക എന്നുള്ളതാണ്. ഫ്ലോർ ഏരിയ കുറച്ച് എന്നാൽ സ്പേസ് പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു വീട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെ ഏരിയ കുറച്ച് നമുക്കൊരു വീട് നിർമ്മിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെലവ് നന്നായി കുറയ്ക്കാൻ സാധിക്കും. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു 4 ബെഡ്റൂം വീട് ഏറ്റവും കുറവ് ഏരിയയിൽ എത്ര സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വീട് 1800 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ 4 ബെഡ്റൂംസ്, അതായത് 4 ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ 1800 സ്ക്വയർ ഫീറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 4 ബെഡ്റൂം വീട് 1800 സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള മേജർ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ലയന്റ് പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു സിറ്റ് ഔട്ട് വേണം, ഒരു ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, പൂജാ റൂം, അതേപോലെ തന്നെ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആണ് വേണ്ടിയിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് വേണമെന്നുള്ളത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് പ്ലാൻ നോക്കാം. ഈ വീട് ഫേസ് ചെയ്യുന്നത് സൗത്ത് സൈഡിലേക്കായിട്ടാണ്. ഈ വീടിന്റെ നിർമ്മാണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട് നിർമ്മിക്കുന്നത് മലപ്പുറത്താണ്. 13 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലോട്ട് സൈസ് ആവശ്യത്തിനുള്ളത് കൊണ്ട് തന്നെ പ്ലോട്ട് സൈസോ അനുബന്ധ ഘടകങ്ങളോ ഒന്നും വീടിന്റെ പ്ലാനിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് വേറിട്ട് ആണ് നിർമ്മിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ എത്തിച്ചേരുന്നത് ഈ ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ ലിവിംഗ് റൂമിലേക്ക് കയറാം. ലിവിംഗ് റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, നല്ല വെളിച്ചം കാറ്റും ലഭിക്കാനായിട്ട്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് ഒരു പാഷ്യോ കൊടുത്തിട്ടുണ്ട്. പാഷ്യോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ്, ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജാളി വാളെല്ലാം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് സ്റ്റെയർ കേസിന് താഴെയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. കിച്ചണിലേക്ക് വെളിച്ചം കിട്ടാനായി വിൻഡോസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പൂജാ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂമാണ്, എന്നാൽ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. 10x11 സൈസിലുള്ള ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസിലും നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ലഭിക്കുന്നുണ്ട്. നല്ല വെളിച്ചം കാറ്റും എല്ലാം ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് എല്ലാം 2 ബെഡ്റൂംസിലും പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ഒരു ബേ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു സ്പേസ് വളരെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പർ ലിവിംഗിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കും ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിന്റെ സൈസിലുള്ള, അതായത് 10x11 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിലേക്ക് വെളിച്ചം കിട്ടാൻ വിൻഡോസ് എല്ലാം ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ഒരു ടോയ്ലറ്റ് ലഭിക്കുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമോട് ചേർന്നും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് ലഭിക്കുന്നുണ്ട്. ബെഡ്റൂമിലേക്ക് വെളിച്ചം കിട്ടാൻ വിൻഡോസ് എല്ലാം ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പൺ ടെറസ് ഏരിയയിലേക്കുള്ള എൻട്രി ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ്. അതേപോലെ തന്നെ വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ഗാർഡൻ ഏരിയ, ഒരു ചെറിയ ബാൽക്കണി സ്പേസ്, ഒരു കവേർഡ് റൂഫ് എല്ലാം വരുന്നുണ്ട്. ഒരു ഓപ്പൺ ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1194 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 606 സ്ക്വയർ ഫീറ്റുമാണ്. അപ്പോൾ ടോട്ടൽ ഏരിയ 1800 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നിർമ്മിക്കാനുള്ള ചെലവ് കണക്കാക്കുന്നത് 28 ലക്ഷം രൂപയാണ്. അതിൽ ഇന്റീരിയർ ഫർണിഷിംഗ് ഉൾപ്പെടില്ല.
ബാക്കിയെല്ലാം തന്നെ ഉൾപ്പെടുന്ന രീതിയിലാണ് 28 ലക്ഷം രൂപ കണക്കാക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ കുറച്ച് 3D വ്യൂസ് കാണാം. അപ്പോൾ ഈ വീടും പ്ലാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.